പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിന്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ. തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ. മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. നമ്മൾ സാക്ഷികളാവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തിനാ സാക്ഷികളാവേണ്ടത്? ഈ കൂട്ടായ്മയ്ക്ക് മാത്രം സാക്ഷി അയച്ചാൽ മതി. നമ്മളിലൂടെ ഒരു സ്നേഹ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കാമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ജാതി വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട. അവിടെ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ഒരു പ്രദേശത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സത്യസന്ധതയുടെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ ഒക്കെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാവും. നമ്മളെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ട് നമ്മൾ മറക്കരുത്. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ അത് ശുദ്ധമാവുമെന്നാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടിച്ച് ഒരു പൂജാവസ്തു ശുദ്ധമായി എന്ന് നമ്മുടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആരും നമ്മളെ വിളിക്കുന്നില്ല. ഒന്നിനെ വിശുദ്ധീകരിക്കാൻ നമ്മളെ വിളിക്കുന്നില്ല. കാരണം ആ വിശുദ്ധീകരിക്കാൻ തക്ക ഒരു വിശുദ്ധിയുടെ നിറവ് നമ്മിലുണ്ട് എന്ന് ആർക്കും ബോധ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആ വിശുദ്ധിയുടെ ഒരു നിറവ് യഥാർത്ഥത്തിൽ നവീകരണം അനുനിമിഷം നമ്മിൽ നടക്കുന്നതിലൂടെ നമ്മൾ തുടർച്ചയായി സന്ധിയില്ലാ സമരം തിന്മയ്ക്കെതിരെ ചെയ്തുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ആ ഒരു നേടിയെടുക്കൽ ഒരു പക്ഷേ ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾ പലരും വിട്ടുപോകുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. നമുക്കൊരു ആശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഒരു 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 സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് അവസാനിക്കുക. പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നു, ആ രോഗിയോട് പറയുന്നുണ്ടല്ലോ, കൂടുതൽ മോശമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചേരുന്നതാണ്. പക്ഷെ നമ്മുടെ വിടുതൽ ശുശ്രൂഷകളും നമ്മുടെ സൗഖ്യ ശുശ്രൂഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞവർ ഈ സൗഖ്യമെല്ലാം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പുതിയ രോഗങ്ങൾക്ക് അടിമപ്പെടുക. എന്തുകൊണ്ട് അവർ പുതിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു?
കൂടുതൽ മോശമായത് ചെയ്തു. വേറെ ഒന്നും മറുപടിയില്ല അതിനകത്ത്. കൂടുതൽ മോശമായത് ചെയ്തു. ഒന്ന്. രണ്ടാമത്തേത്, സൗഖ്യത്തോടൊപ്പം രക്ഷയും കൈവരിച്ചില്ല. അതുകൊണ്ടാണ് ആ 10 കുഷ്ഠരോഗികൾ പോയി കഴിഞ്ഞപ്പോൾ ആ 10 കുഷ്ഠരോഗികൾക്കും കുഷ്ഠം മാറി. പക്ഷെ മനസ്സിലെ കുഷ്ഠം ഒരാളുടെ മാത്രമേ മാറിയുള്ളൂ. മനസ്സിലെ കുഷ്ഠം മാറിയ ആൾക്ക് മാത്രമേ വേറെ രോഗം വരാതിരുന്നിട്ടുള്ളൂ. ബാക്കി ആർക്കും സൗഖ്യം പൂർണ്ണമായി കിട്ടിയിട്ടില്ല. കാരണം രക്ഷ കിട്ടിയിട്ടില്ല. രക്ഷ കിട്ടാതെ സൗഖ്യം പൂർണ്ണമാവില്ല. അത് നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും ആത്യന്തികമായ ഒരു ലക്ഷ്യമായിരിക്കണം. കേവലമായ ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസം, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ ഒരു താൽക്കാലിക സൗഖ്യം കൊടുക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശക്തി കിട്ടുക എന്നുള്ളതോ, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു വിടുതൽ കിട്ടുക എന്നുള്ളതല്ല. അവിടെ കൊണ്ട് നമ്മുടെ ശുശ്രൂഷ പൂർണ്ണമാക്കരുത്. ആ വ്യക്തികളിലൂടെ, അവരിലൂടെ നമുക്ക് എന്നും എക്കാലവും അവർ പ്രാപിച്ച രക്ഷയിൽ നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു രക്ഷ അവർക്ക് ബോധ്യമാക്കി കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും ആളുകൾ വരും. ആളുകൾക്ക് എന്താ ആവശ്യം? ആളുകൾക്ക് ആവശ്യം അവർക്ക് സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ അവരുടെ കടബാധ്യത മാറണം, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറണം, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാവണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തെ ബാധിക്കുന്ന ചില മേഖലകളുണ്ട്. ആ ജീവിതത്തെ ബാധിക്കുന്ന മേഖലകളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. അവിടെയാണ് നമ്മുടെ ആത്മീയതയിലെ കാപട്യം വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദിവംഗതനായ കൊണ്ടുകുളം പിതാവിൻ്റെ ഒരു തമാശ പിതാവ് ചോദിച്ചതാണ്. ഒരു വലിയ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പിതാവ് ഒരു മണിക്കൂർ നേരത്തെ വന്നു. അപ്പോൾ ഒട്ടേറെ രോഗസൗഖ്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, പലരും കൈവെക്കുന്നുണ്ട്. രോഗസൗഖ്യം കിട്ടിയവർ ഒട്ടേറെ ആളുകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിതാവിൻ്റെ പ്രസംഗം വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുകുളം പിതാവ് ചോദിച്ചു, ഈ സമൂഹത്തിൽ നിർധനരായ 25 യുവതികളെ വിവാഹം കഴിച്ചയക്കാൻ പരിശുദ്ധാത്മാവ് 25 പേർക്ക് കൃപ നൽകുന്നുണ്ട്, അവരൊന്ന് കൈവെക്കാൻ പറഞ്ഞു. ആർക്കും കൈവെക്കാൻ പറ്റിയില്ല. കാരണം അവിടെ എല്ലാവരും വന്നേക്കുന്നത് അവനവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വയറുവേദന മാറണം, എനിക്ക് കുഞ്ഞിനെ കിട്ടണം, എൻ്റെ വിവാഹത്തിന് തടസ്സം മാറണം, എനിക്ക് ജോലി കിട്ടണം, എൻ്റെ കടബാധ്യത മാറണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രക്ഷയുടെ ഒരു വശമുണ്ട്. ആ രക്ഷയുടെ വശം എന്നുള്ളത് എനിക്ക് കിട്ടിയ കർത്താവിനെ ഞാൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയത് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പുതിയത് നമുക്ക് കിട്ടില്ല. ഈ പുതിയത് കിട്ടാതെ വരുമ്പോഴാണ് പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഓടി പോകുന്നത്. എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും മേടിക്കുക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും മേടിച്ച് താൽക്കാലിക സൗഖ്യം കിട്ടുന്ന ഒരു ടെമ്പററി സൗഖ്യമല്ല പരിശുദ്ധാത്മാവ് നൽകുന്ന യഥാർത്ഥ നവീകരണം എന്ന് പറയുന്നത്. അത് ഞാനും നിങ്ങളും അനുനിമിഷം നമ്മുടെ ജീവിതത്തിലൂടെ ശാരീരികവും ആത്മീയവും മാനസികവുമായിട്ടുള്ള ഒരു നിരന്തര പ്രക്രിയയിലൂടെ വളർന്ന് പൂർണ്ണതയിലേക്ക് നമ്മുടെ അന്ത്യം വരെയുള്ള നിമിഷം വരേക്കും, മരിക്കുന്ന നിമിഷം വരേക്കും, മരിക്കുന്ന അവസ്ഥ വരേക്കും നമ്മുടെ ഈ ലോകത്തോട് പടവെട്ടിക്കൊണ്ട് ധീരതയോടെ കാത്തു സൂക്ഷിച്ച് നമ്മളിലൂടെ പകർന്നു നൽകേണ്ടതാണ്. ഈ പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതാണ് പോകുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞയക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയാണ്, പോകുവിൻ. എവിടേക്കാണ് പറഞ്ഞയക്കുന്നത്? ആദ്യം മറക്കരുത്, ആദ്യം പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കാണ്. എൻ്റെ വീട്ടിലേക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിലും എനിക്ക് ചെന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ, ഏക മനസ്സിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ ആ ഒരു അനുഭവം നമുക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല എന്നാണ്. എന്തോ നമുക്കൊരു 3-4 ദിവസം ഇവിടെ ആയിരുന്നതിൻ്റെ സന്തോഷം കിട്ടിയതിന് അപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാനില്ല. ടേക്ക് അവേ ഒന്നുമില്ല നമുക്ക്. എന്താണ് നമ്മുടെ ടേക്ക് അവേ? നമ്മളിവിടുന്ന് കൊണ്ടുപോവുകയാണ്. ആരെയാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ കൊണ്ടുപോകുന്നത് എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ധൈര്യപ്പെടുത്തി, എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഐക്യമുണ്ടാവാൻ. എന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് വിട്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഞാൻ ഐക്യത്തിൻ്റെ അടയാളമാകാൻ വേണ്ടിയിട്ട്. അവിടെ സഹിക്കാനും മറക്കാനും പൊറുക്കാനും മരിക്കാനും തയ്യാറായിക്കൊണ്ട് അല്ലേ, അങ്ങനെയുള്ള ഒരു അടയാളമായിട്ട് നമ്മളങ്ങ് വിട്ടിരിക്കുക. അതാണ് ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ഈ ജീവിതം കൊണ്ടുള്ള നമ്മുടെ ഈ ബലി എന്ന് പറയുന്നത്. ജീവൻ ബലി കൊടുക്കുന്നതും ജീവിതം ബലിയായി അർപ്പിക്കുന്നതും രണ്ടാണ്. ജീവൻ ബലി കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവിതം ബലിയായി അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ജീവിതം ബലിയായി എൻ്റെ വീട്ടിൽ, എൻ്റെ സഹോദരങ്ങളുടെ ഇടയ്ക്ക്, എൻ്റെ സഹപ്രവർത്തകരുടെ ഇടയ്ക്ക്, എൻ്റെ ഇടവകയിൽ, എൻ്റെ പൊതുസമൂഹത്തിൽ എനിക്ക് അർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു എതിർ സാക്ഷ്യം മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സമഗ്ര മാറ്റമാണ് നവീകരണം. ആ സമഗ്ര മാറ്റം മാത്രമേ സമൂഹത്തിൽ യേശുവിനെ സ്വീകാര്യനാക്കി മാറ്റുകയുള്ളൂ.
എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ ആശ്വാസമോ എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ചില അനുഗ്രഹങ്ങളുടെ ഒരു സംതൃപ്തിയോ ഒന്നുമല്ല നവീകരണം. അത് വെറും അടയാളങ്ങൾ മാത്രമാണ്. ആ അടയാളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചുവട് മാത്രമാണ്. ആ ചുവട്ടിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറി മുന്നോട്ട് പോയിട്ട് അതെൻ്റെ ജീവിതത്തെ മേലിൽ സംഭവിക്കാതിരിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിക്കൊണ്ട് എനിക്ക് കിട്ടിയ രക്ഷ മറ്റുള്ളവരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ രക്ഷയ്ക്ക് തടസ്സമായി നിന്നതിനെ ഞാൻ മാറ്റിയതുപോലെ തന്നെ ആ തടസ്സമായവ കൊണ്ട് മറ്റുള്ളവരുടെ രക്ഷ സാധ്യമാകാൻ ചെയ്യണം. അതാണ് കുണ്ടോളം പിതാവെന്ന് സൂചിപ്പിച്ച് എനിക്ക് ഇപ്രകാരം ഒരു വിളി 25 പേരുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ടുള്ള വിളി എനിക്ക് കർത്താവ് തന്നിട്ടുള്ളത് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൈപൊക്കാൻ നമുക്ക് കഴിയണം. അവിടെ എന്നിലേക്ക് ഇറങ്ങണം. എൻ്റെ വചനം, എനിക്ക് കിട്ടിയ വചനം എൻ്റെ മനസ്സാക്ഷിയിലേക്ക് ഇറങ്ങണം. അത് ശാരീരിക സൗഖ്യത്തിൻ്റെ ഒരു ബോധ്യമല്ല, അതിനപ്പുറത്തേക്ക് ജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന ഒരു ബോധ്യമാണ്. കാരണം ഈ പങ്കുവെക്കലും പകുത്തു നൽകലുമാണ് യഥാർത്ഥത്തിൽ നവീകരണത്തിൻ്റെ ഒരു പൊതുസാക്ഷ്യമെന്ന് പറയുന്നത്. പങ്കുവെക്കലും പകുത്തു നൽകലും. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെ സമയത്തെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ശക്തിയെ, എൻ്റെ സമ്പത്തിനെ എനിക്ക് പങ്കുവയ്ക്കാനും എനിക്ക് പകുത്തു നൽകാനും കഴിയുന്ന രീതിയിലുള്ളവർ. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവന് നിഷേധിക്കരുത് എന്ന് പറയുന്നത് നമ്മളോടും കൂടെ കൂടിയാണ്. നമ്മൾ ഒരിക്കലും മറക്കരുത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മയുണ്ട്. ആ ചെയ്യാൻ കഴിയുന്ന നന്മയുടെ മേഖല അത് ലഭിക്കാൻ അർഹതയുള്ളവന് നിഷേധിക്കരുത്. അത് നിഷേധിച്ചാൽ ഞാൻ പാപം ചെയ്യുന്നു. ആ പാപം നമ്മൾ ഒരിക്കലും കുംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നന്മ ചെയ്യാതിരുന്നതിൻ്റെ പാപം നമ്മൾ എവിടെയെങ്കിലും കുംസാരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നമുക്ക് ഇന്നൊരു സ്വാതന്ത്ര്യത്തിനോട് കൂടിയാണല്ലോ. ഞാനൊരു പ്രത്യേകിച്ചൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് 1-2 കൊച്ചു ചോദ്യങ്ങളും കൂടെ ഞാൻ ചോദിച്ചോട്ടെ. നമ്മളെവിടെയെങ്കിലും ഇൻകം ടാക്സ് കുറച്ച് വെട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കുംസാരിച്ചിട്ടുണ്ടോ? ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നമ്മൾ കുറച്ച് കൊടുത്തത് അത് തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. സീസറിനുള്ളത് സീസറിന് കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. സീസറിനുള്ളത് എടുത്ത് ദൈവത്തിന് കൊടുക്കും, അതുകൊണ്ട് ദൈവത്തിൻ്റെ അവിടെ അഭിഷേകം കുറയും. ദൈവത്തിനുള്ളടുത്ത് നമ്മൾ സീസറിന് കൊടുക്കും, അത് കൈക്കൂലിയായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. സീസറിനുള്ളത് വെട്ടിച്ചെടുത്തിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ ഒരഭിഷേകം ഉണ്ടാവില്ല. ദൈവത്തിനുള്ളത് എടുത്തിട്ട് സീസറിന് വേണ്ടി കൈക്കൂലി കൊട്ട് കൊടുത്താലോ അവിടെ അഭിഷേകം ഉണ്ടാവില്ല. 2 സ്ഥലത്തും നമുക്ക് ദുരന്തങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇതുപോലെ എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയൊരു ബോധ്യം കൊണ്ട് കൂടിയ പങ്കുവച്ചിട്ട് നമ്മളെല്ലാവരും ഓരോ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ്. അപ്പോൾ നമ്മൾ കടക്കാരൻ നമ്മളോട് ചോദിക്കും ബില്ല് വേണമെന്ന് ചോദിക്കും. ബില്ല് വേണ്ടാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ നമുക്കൊരു 5 രൂപ 10 രൂപ 100 രൂപയുടെ ലാഭം കിട്ടും. പക്ഷെ അതോടുകൂടി വലിയൊരു ടാക്സ് വെട്ടിപ്പിന് നമ്മൾ പങ്കാളിയാവുക ചെയ്യുന്നത്. ഒരു തിന്മയ്ക്ക് കൂട്ടു നിൽക്കുക ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ സമഗ്രമായി ബാധിക്കുന്ന തിന്മയുടെ മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചങ്കുടത്തോടു കൂടി എനിക്ക് ആ 10 രൂപ ലാഭം വേണ്ട, അല്ലെങ്കിൽ ആ ഭൂമിയുടെ വില കുറച്ച് കാണിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ അഭിഷേകത്തിൻ്റെ ചോർച്ച തടയുന്ന മേഖലകളെ അടച്ചു നിർത്തിയിട്ട് ചങ്കുടത്തോടുകൂടി ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ബില്ല് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സീസറിന് കൊടുക്കാൻ തയ്യാറായി ഒന്ന് സുതാര്യതയോടുകൂടി ജീവിച്ചു നോക്കി ഭയങ്കര സുഖമായിരിക്കും. നമുക്ക് തലമുറകളിലൂടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വർഷിക്കും. അല്ലാതെ സീസറിന് കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ചിട്ട് നമ്മൾ കൂട്ടിവെച്ച സമ്പത്ത് കൊണ്ട് ഒരിക്കലും കുടുംബത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടില്ല. പല കുടുംബത്തിൽ നിന്നും ഐശ്വര്യം ചോർന്നു പോയത് അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ പല കുടുംബത്തെക്കുറിച്ചും പറയുന്നതല്ല, നല്ല ഐശ്വര്യം ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു. എവിടെ ഐശ്വര്യം ചോർന്നു പോയത്? ഐശ്വര്യം ചോർന്നു പോയത് സീസറിനുള്ളത് തീർത്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. ദൈവത്തിനുള്ളത് എടുത്തിട്ട് സീസറിന് കൈക്കൂലിയായിട്ട് കൊണ്ടേ കൊടുത്തു. അങ്ങനെ തിന്മയുടെ സ്വാധീനങ്ങളിൽപ്പെട്ട്, കാരണം നമ്മുടെ പൊതുസാക്ഷ്യത്തെ ബാധിക്കുന്ന തിന്മകളെക്കുറിച്ച്, സാമൂഹിക തിന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നവീകരിക്കപ്പെട്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്നത്തെ ദിവസം ഇതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. നമ്മൾ ചെയ്യേണ്ടതിനെ ഇഷ്ടപ്പെടുന്നതാണ് സ്വാതന്ത്ര്യം. യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവം ആഗ്രഹിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ആദിമ മാതാപിതാക്കന്മാരുടെ തുടങ്ങി നമുക്ക് തന്ന സ്വാതന്ത്ര്യം അതായിരുന്നു. പക്ഷേ അവർ ചെയ്യേണ്ടതിനെ മാത്രം ഇഷ്ടപ്പെട്ടില്ല. ചെയ്യേണ്ടത് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം പറിക്കരുതെന്നുള്ളതായിരുന്നു. അതാണ് അവർ ചെയ്തേണ്ടിയിരുന്നത്. അതിനെ മാത്രം അവർ ഇഷ്ടപ്പെട്ടില്ല. നേരെ മറിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അത് ലംഘിക്കുകയും കൂടെ ചെയ്തു. അപ്പം ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നതല്ല സ്വാതന്ത്ര്യം. നമ്മൾ ചെയ്യേണ്ടതിനെ ഇഷ്ടപ്പെടുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു പുനർവ്യാഖ്യാനം നമുക്ക് നടത്താനായാൽ ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ പ്രഭ വർദ്ധിപ്പിക്കും. വിശ്വാസം എന്നുള്ള ജീവിക്കുന്നതാണ് വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല വിശ്വാസം. പള്ളിയിൽ കൂടി ജീവിക്കുന്നത് മാത്രമല്ല വിശ്വാസം. പ്രാർത്ഥിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വിശ്വാസിയാണ് എന്ന് ലോകത്തിന് ബോധ്യമാകുന്ന എപ്പോഴാണ്? നമ്മൾ ലോകത്തിന് മുമ്പായ ഒരു സാക്ഷിയാകുമ്പോഴാണ്.
ആ ലോകത്തിന് മുമ്പായി എപ്പോഴാണ് സാക്ഷിയാവുന്നത്? നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാകുമ്പോഴാണ്. നമ്മുടെ അന്തിമ ശുശ്രൂഷ വേളയിൽ നീ വിശ്വസ്തരായ വൃത്തിയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കിരീടം അണിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർദിനാൾ വന്ന് തലമുടി വെച്ചാലും മാർപ്പാപ്പ വന്ന് തലമുടി വെച്ചാലും ഞാൻ വിശ്വസ്തനായിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്ക് കിട്ടില്ല. നല്ലൊരു പടം കിട്ടും അവിടെ, നമ്മുടെ കുടുംബക്കാർക്ക് കാണാൻ പാകത്തിന്. ആ പടത്തിനപ്പുറത്തേക്ക് നീതിയുടെ കിരീടം നമുക്ക് കിട്ടാൻ പാടില്ല. നീതിയുടെ കിരീടം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ലിവ് ഇൻ പീസ് മാത്രമേ റെസ്റ്റ് ഇൻ പീസ് തരുള്ളൂ. ലിവ് ഇൻ പീസ് അല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് കിട്ടില്ല. RIP എന്നുള്ളത് നമ്മുടെ ശവപ്പെട്ടിയിൽ നന്നായിട്ട് എഴുതി വയ്ക്കുന്ന 3 വാക്കുമായിട്ട് മാത്രമാണ്. എങ്ങനെ ലിവ് ഇൻ പീസ്? ലിവ് ഇൻ പീസ് എന്ന് പറയുന്നത് ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലുള്ള ആ ഒരു സുതാര്യത. അതേ തുറവിയോടുകൂടി ജീവിത പങ്കാളിയോടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ബൃന്ദങ്ങളോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അതേ തുറവി, ദൈവത്തോടുള്ള അതേ തുറവിയിൽ ജീവിത പങ്കാളിയുടെ മുമ്പിലും കമ്മ്യൂണിറ്റിയിലും നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ, അതേ ഒരു ബന്ധത്തിൽ, പീസ്, സമാധാനത്തിൻ്റെ ഐക്യത്തിൽ. എന്നും ദീപിയെ പത്രം എടുത്തു നോക്കിയെന്നാൽ അവിടെ ചിന്താവിഷയം ഒന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. സമാധാനത്തിൻ്റെ ഐക്യത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം ആരംഭിക്കുന്നതിന്. ആ വചനം ഒന്ന് വായിച്ചു വേണം. സമാധാനത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത്, സമാധാനം എന്നുള്ളത് ഐക്യം ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഐക്യമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ഐക്യത്തിൽ ദൈവത്തോടുള്ള ബന്ധം, എൻ്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം, എൻ്റെ മക്കളോടുള്ള ബന്ധം, എൻ്റെ സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, തീർച്ചയായിട്ടും മാതാപിതാക്കളോടുള്ള ബന്ധം, എൻ്റെ അയൽക്കൂട്ടത്തോടുള്ള ബന്ധം, എൻ്റെ പ്രവൃത്തിയെടുക്കുന്ന മേഖലയിലുള്ള ബന്ധങ്ങൾ, അവിടെയുള്ള സമാധാനം, എൻ്റെ പൊതുസമൂഹത്തിലുള്ള ആ ഒരു സമാധാനം, ആ മേഖലകളിലെല്ലാം ഒരു സമാധാനത്തിൻ്റെ വക്താവാണ്, ശാന്തിയുടെ വക്താവാണ്. ഒരു നവീകരിക്കപ്പെട്ട വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് അശാന്തി ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ശാന്തിയുടെ പ്രവാചകനാണ്, സമാധാനത്തിൻ്റെ പ്രവാചകനാണ്, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൂടിച്ചേരലിൻ്റെ എല്ലാമുള്ള ഒരു സാക്ഷിയാണ്. ആ പൊതുസാക്ഷ്യമാണ് വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ. ഇത് രണ്ടും മറക്കരുത്. നമ്മുടെ വിശ്വാസ്യതയ്ക്കാണ് ഇന്ന് കോട്ടം തട്ടിക്കുന്നത്, മറക്കരുത്. വിശ്വാസത്തിൻ്റെ കോട്ടമല്ല, വിശ്വാസത്തിൻ്റെ വിശ്വാസ്യതയ്ക്കാണ് കോട്ടം. കാരണം വിശ്വസിക്കുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, വിശ്വസിക്കുന്നതനുസരിച്ച് നമുക്ക് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ സീസറിന് കൊടുക്കേണ്ട ബന്ധത്തിലാണ് പലപ്പോഴും നമ്മുടെ പല അവിശ്വസ്തതകളും കടന്നു വരുന്നത്. സീസറിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ പള്ളിക്കണക്കുകൾ തുടങ്ങി ഏതെല്ലാം മേഖലയിൽ നമ്മൾ വ്യാപരിച്ചാലും അവിടെയെല്ലാം ഈ സീസറിനും ദൈവവുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നമുക്ക് വളരെയേറെ അസ്വസ്ഥതകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ കാണാൻ സാധിക്കും. ആ അസ്വസ്ഥതകളാണ് നമ്മുടെ എതിർസാക്ഷ്യങ്ങൾ. ആ അസ്വസ്ഥതകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ അഭിഷേകം കെടുത്തിക്കളയുന്നത്. നമ്മുടെ ശുശ്രൂഷകളുടെ അഭിഷേകം ചോർന്നു പോകാത്തതിൻ്റെയും ശുശ്രൂഷകളിലൂടെ നീണ്ടു നിൽക്കുന്ന ഫലങ്ങളില്ലാത്തതിൻ്റെയും. താൽക്കാലിക ഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. എവിടെ പോയാലും ഏതെങ്കിലും ധ്യാനത്തിൽ കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ട്? ആരുമില്ല. പക്ഷെ ആ ഫലങ്ങൾ എന്താ നീണ്ടു നിൽക്കാത്തത്? ആ ഫലങ്ങൾ നീണ്ടു നിൽക്കാത്തത് നമുക്ക് ആ നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തണമെന്നുള്ളതാണ്. ജീവിതത്തിൽ അടുക്കുണ്ടാവാതെ ജീവിതത്തിൻ്റെ നവീകരണം പൂർണ്ണമാവില്ല. ജീവിതത്തിൽ അടുക്കും ചിട്ടയുമാണ് ജീവിത നവീകരണം സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം. ജീവിതം അടുക്കും ചിട്ടയുമുള്ളതും ആക്കി തീർക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ സുതാര്യമാക്കുമ്പോഴും ജീവിതത്തിൽ നാം പുലർത്തേണ്ട കറതീർന്ന ആ ഒരു വ്യക്തിത്വത്തിൻ്റെ, കറതീർന്ന ആ ഒരു ജീവിതക്രമത്തിൻ്റെ, ആ സുതാര്യതയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, ആ ഒരു നന്മയുടെ ആ ഒരു പ്രതീകമായിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അടയാളം കൂടെ വരുന്നത്, ഒരു തെറ്റും ചെയ്യാത്തവൻ തിന്മ ചെയ്യാത്തവൻ എന്നുള്ളത് മാത്രമല്ല. കർത്താവ് അവിടെ കൊണ്ട് നമ്മൾ പറയുന്നില്ല. കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് പോയി പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്, കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഭരണഘടനയുടെ 25-ാമത്തെ ആർട്ടിക്കിൾ അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 പ്രൊഫസ്, 2 പ്രാക്ടീസ്, 3 പ്രൊപ്പഗേറ്റ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് ഭരണഘടന നമുക്ക് തരുന്നൊരു മൗലിക അവകാശമാണ്. 1 പ്രൊഫസ് ചെയ്യുക എന്നുള്ളത് വിശ്വസിക്കുക, 2 പ്രാക്ടീസ് ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക, 3 പ്രഘോഷിക്കുക. അപ്പം നമ്മൾ വിശ്വസിക്കാതെ പ്രഘോഷിച്ചാൽ പ്രചരിക്കില്ല. വിശ്വസിച്ചിട്ട് ജീവിക്കാതെ പ്രചരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രചാരണത്തിൻ്റെ തടസ്സം? എവിടെയാണ് പ്രചാരണത്തിൻ്റെ തടസ്സം? ലളിതമായൊരു ചോദ്യമാണ്. ഭരണഘടന നമുക്ക് ഈ രാജ്യത്ത് ഒരു മൗലിക അവകാശമായിട്ട് തന്നു, ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം അനുസരിച്ച് ജീവിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം. എന്നിട്ടും എവിടെയാ നമ്മുടെ പ്രചാരണം നടക്കാതെ പോകുന്നത്? പ്രചാരണം നടക്കാതെ പോകുന്നത് ആദ്യത്തെ 2 ഘടകങ്ങളിലാണ്. 1 വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ 2 ജീവിക്കുന്നില്ല. വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്
നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു അറിയപ്പെടുന്നുള്ളൂ. വിശ്വസിക്കാതെ ജീവിച്ചാലും ജീവിക്കാതെ വിശ്വസിച്ചാലും അത് രണ്ടും അതിൽ തന്നെ അപൂർണമാണ്. വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞാനൊരു മിഷണറി ആവുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഞാനൊരു നവീകരിക്കപ്പെട്ടവനാവുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഞാനൊരു അയക്കപ്പെട്ടവനാവുന്നുള്ളൂ, അയക്കപ്പെട്ടവൻ്റെ സന്തോഷം പൂർണ്ണമാവുന്നുള്ളൂ. അവിടെ മാത്രമേ അവിടെ വിശ്വസ്തനായ ഭൃത്യൻ എന്നുള്ള ഒരു നീതിയുടെ കിരീടത്തിന് നമ്മൾ അർഹമാകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്ന സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ കൂട്ടായ്മകൾക്ക് ഉണ്ടാകേണ്ട ഒരു സുതാര്യതയാണ്. ഒന്ന്, പ്രധാനമായിട്ടും കൂട്ടായ്മകൾ അതിൽ തന്നെ എതിർസാക്ഷ്യങ്ങളായി മാറുന്ന ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടായ്മകൾ കൂട്ടിച്ചേർക്കാനുള്ളതാണ്, കൂട്ടിക്കുഴയ്ക്കാനുള്ളതല്ല, കൂട്ടിക്കിഴിക്കാനുള്ളതല്ല, കൂട്ടം പിരിക്കാനുള്ളതുമല്ല. ആ കൂട്ടായ്മകൾ എല്ലാവർക്കും ഒരേ മനസ്സും ഒരേ ലക്ഷ്യം മാത്രമേ. ഒരേ മനസ്സും ഒരേ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടായ്മ, നിൻ്റെ കൂട്ടായ്മ, ആ പ്രീച്ചർ ഈ പ്രീച്ചർ എന്നുള്ള പ്രശ്നങ്ങളൊന്നും എങ്ങും അവശേഷിക്കില്ല. കാരണം എവിടെയാണെങ്കിലും പ്രസംഗിക്കപ്പെടുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, എവിടെയാണെങ്കിലും പ്രഘോഷിക്കപ്പെടുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, എവിടെയാണെങ്കിലും ലക്ഷ്യം ഒന്ന് മാത്രമാണ്. യേശു ക്രിസ്തു എന്നുള്ളത് ഇന്നും ജീവിക്കുന്ന സത്യ ദൈവമാണ് എന്നും ആ സത്യദൈവവും നിത്യദൈവവുമായ ഞാൻ നിങ്ങളെ, ഈ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രകാശിച്ച് പ്രശോഭിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും എന്നിലുള്ള ഈ വെളിച്ചത്തിൻ്റെ കാരണം എന്നിൽ വസിക്കുന്ന യേശുവാണ് എന്ന് എൻ്റെ കൂടെ പിറക്കുന്നവർക്ക്, എൻ്റെ കൂടെ പാർക്കുന്നവർക്ക്, എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്, എൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്ക്, എൻ്റെ കൂടെ പ്രവൃത്തിയെടുക്കുന്നവർക്ക് എന്ന് മനസ്സിലാവുന്നു, അന്ന് നമ്മൾ നവീകരിക്കപ്പെട്ട ഒരു മിഷണറിയായിട്ട് മാറും. അല്ലാത്ത പക്ഷം നമ്മൾ നവീകരിക്കപ്പെട്ടെന്നുള്ളത് നമ്മുടെ ഒരു ആശ്വാസമായിട്ട് മാറും, നമ്മുടെ ഒരു കേവല ആശ്വാസമായിട്ട് മാറും. പക്ഷേ അത് പൊതുസമൂഹത്തിന് യേശുവിന് പൊതുസാക്ഷ്യമായിട്ട് മാറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കൂട്ടായ്മകളുടെ ആ ഒരു സന്തോഷം. രണ്ടാമത്തേത്, ലിവ് ഇൻ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റ് ഇൻ പീസ് ഉണ്ടാവുകയുള്ളൂ. ലിവ് ഇൻ പീസ് എന്നുള്ളത് എൻ്റെ സമാധാനത്തിൽ ഞാൻ പുലർത്തുന്ന ഐക്യമാണ്. ദൈവത്തോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ ഇടവകയിൽ, എൻ്റെ പ്രവൃത്തിയെടുക്കുന്ന മേഖലകളിൽ, അവിടെയെല്ലാം ഞാനൊരു വിശുദ്ധിയുടെ സാക്ഷ്യമാണ്. ആ വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് ദൃശ്യമാവുന്ന ഏക പൊതുവടയാളം. എൻ്റെ പ്രാർത്ഥനയോ എൻ്റെ കൊന്തയോ എൻ്റെ കുരിശോ ഒന്നുമല്ല ലോകം കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം സത്യസന്ധത പുലർത്തുന്നു, എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നു, എന്തുമാത്രം വിശുദ്ധി പുലർത്തുന്നു, ആ വിശുദ്ധിയുടെ നൈർമല്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ, പൊതുസമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെയോ എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കറിയാം എൻ്റെ കൊന്തയും എൻ്റെ കുരിശും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപവാസങ്ങളും എല്ലാം. പക്ഷേ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൊന്തയും എൻ്റെ ഉപവാസങ്ങളും എനിക്ക് ആശ്വസിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാനുള്ളതാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകണമെന്നുണ്ടെങ്കിൽ ആ ആശ്വാസം നൽകുന്ന ഘടകങ്ങൾ എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയാണ്, സത്യസന്ധതയാണ്, സുതാര്യതയാണ്, നമ്മൾ പുലർത്തുന്ന ചില മൂല്യങ്ങളാണ്. ആ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വസിച്ചിട്ട് ജീവിക്കാതിരുന്നാലും ജീവിച്ചിട്ട് വിശ്വസിക്കാതിരുന്നാലും രണ്ടും അതിൽ തന്നെ പൂർണ്ണമാണ്. വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന നന്മയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ പ്രവാചകന്മാരായി മാറുവാനായിട്ട് ഈ സുവർണ ജൂബിലിയുടെ സുവർണ തീരുമാനം അതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.